പ്രണയശലഭം പാർട്ട് 13. നീലി, പിന്നെ നിനക്കൊരു കാര്യം കേൾക്കണോ? ആ ഹരിയേട്ടനില്ലേ, ഏട്ടനൊരു പ്രണയമുണ്ട്. അതും ഓൺലൈൻ പ്രണയമാ. ബാം അത് പറഞ്ഞതും നീലി സത്യമാണോ എന്ന പോലെ അവളെ നോക്കുന്നുണ്ട്. അതെ, ഇന്നലെ ഞാൻ ചേട്ടന്റെ മുറിയിലേക്ക് എന്തോ ആവശ്യത്തിന് പോയപ്പോ ചേട്ടൻ ഡയറിയും നെഞ്ചിൽ വെച്ച് ഇറങ്ങുന്നു. അത് കണ്ടതും ഞാൻ പതിയെ അത് എടുത്തു വായിച്ചു നോക്കിയതും അതിലുണ്ട്, ഓൺലൈനിൽ തുടങ്ങി നമ്മുടെ സൗഹൃദമൊടുവിൽ ഒരു പ്രണയമായി മാറുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഫോട്ടോയിൽ കണ്ടിട്ടുണ്ട്, എന്നാലും നേരിൽ കണ്ടില്ല. എങ്കിലും ആ കുസൃതിക്കാരിയോട് എനിക്ക് പ്രണയമാണ്. നമ്മുടെ സൗഹൃദത്തെ ഓർത്ത് ഞാൻ ഉള്ളിലൊതുക്കുന്നു. എത്ര നാൾ അങ്ങനെ സാധിക്കുമെന്ന് എനിക്കറിയില്ല. അങ്ങനെയൊക്കെ പ്രണയം പറഞ്ഞിട്ടില്ല അതുവരെ, ഉള്ളിൽ കൊണ്ട് നടക്കുക. എൻ്റെ ചേട്ടൻ തന്നെയാണോ എന്തോ. ഞാൻ പോലും സഞ്ജിത് ചേട്ടനോട് എത്ര പെട്ടെന്നായിരുന്നു പറഞ്ഞതും അവൻ്റെ കയ്യിൽ നിന്നും ഉപദേശം വാങ്ങിയതും. ഒന്നുമല്ലാതെ ഒരു തേപ്പുകാരിയെ പോലെ നടക്കുന്നത്. ഹരിയേട്ടൻ ഒന്ന് പെട്ടെന്ന് പറഞ്ഞ് ഒന്നുമല്ലാതെ ഇങ്ങനെ നടക്കുന്നതിലും നല്ലത് ഒന്ന് മാനസമയന് പാടിങ്ങനെ നടക്കണം, ഇല്ലെങ്കിൽ കെട്ടിക്കൊണ്ടു വരണം. ഇത് രണ്ടുമില്ലാതെയാ. അതും പറഞ്ഞ് അവൾ താടിക്ക് കൈവച്ചു. അത് കേട്ടതും നീലി ചിരിയോടെ അവളെ നോക്കുന്നുണ്ട്. എൻ്റെ നീലിയെ, എനിക്ക് ആ കോളേജ് ഇഷ്ടമായില്ലടി. പോയ ദിവസം തന്നെ എന്തൊക്കെയാ നടന്നത്. നമുക്ക് അവിടെ നിന്നും മാറിയാലോ? നീലി കൈകൊണ്ട് വേണ്ടെന്ന് പറഞ്ഞു. അതെന്താ, നിന്റെ കെട്ടിയോൻ അവിടെ ആയതുകൊണ്ടാണോ? അതിന് നീലി അല്ലെന്ന് തലയാട്ടിക്കൊണ്ട് കിടക്കയിൽ നിന്നും ഇറങ്ങി ഒരു ബുക്കും പേനയും എടുത്തു അതിലേക്ക് എഴുതി തുടങ്ങി. ഇപ്പോൾ ഒരു പ്രശ്നം വന്നപ്പോൾ ഓടിയെത്താൻ ശ്രീയേട്ടനുണ്ടായിരുന്നു. വേറെ കോളേജിലായാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക് നീ. നീലി എഴുതിയത് വായിച്ചുകൊണ്ട് ബാമയൊന്ന് ദീർഘശ്വാസം വിട്ടു. വരാൻ പോകുന്നതൊന്നും വഴിയിൽ തങ്ങില്ല എൻ്റെ നീലിയേ. അത് കേട്ടതും നീലി ഒന്ന് പുഞ്ചിരിച്ചു. വൈകുന്നേരം നീലി ഒന്ന് മയങ്ങി എണീക്കുമ്പോൾ ശ്രീകാന്തിന്റെ ശബ്ദം കേട്ടതും അവൾ പെട്ടെന്ന് ജനൽ വഴി നോക്കുമ്പോൾ മുറ്റത്ത് ശ്രീകാന്ത് മുത്തശ്ശനും മുത്തശ്ശിയോടും കൂടെ എന്തൊക്കെയോ സംസാരിച്ചു നിൽപ്പുണ്ട്. അവളെ ഒന്ന് കണ്ടിട്ട് വരാം. അതും പറഞ്ഞ് അകത്തേക്ക് വരുന്ന അവനെ കണ്ടതും അവൾ പെട്ടെന്ന് ചാടിക്കേറി കിടക്കയിലേക്ക് കിടന്നു. കണ്ണുകൾ അടച്ചു കിടന്നു. ശ്രീകാന്ത് മുറിയിലേക്ക് വരുമ്പോൾ ഉറങ്ങുന്ന നീലിയെ കണ്ട് അവളുടെ അടുത്തേക്ക് വന്നു. അവന്റെ കയ്യിലുള്ള കവറെല്ലാം അവിടെ നിലത്ത് വെച്ചു. ഉറങ്ങിക്കിടക്കുന്ന അവളെ കുറച്ചു നേരം ഒന്നും മിണ്ടാതെ നോക്കി അവൻ അവിടെ നിന്നും ഇറങ്ങിപ്പോയതും അവൾ പതിയെ കണ്ണുകൾ തുറന്നു. അവൻ പോയെന്ന് മനസ്സിലായതും അവൾ എണീറ്റിരുന്നതും അവൻ പെട്ടെന്ന് വീണ്ടും മുറിയിലേക്ക് വന്നതും അവളൊന്ന് ഞെട്ടി. അവൻ വാതിലിൽ ചാരി നിന്നുകൊണ്ട് അവളെ നോക്കിയതും അവൾ പരവശത്തോടെ കിടക്കയിൽ നിന്നും ഇറങ്ങിയതും കിടന്നോ ആ ജനൽ വഴി കണ്ട കണ്ണുകൾ ഇത്രയും പെട്ടെന്ന് ഉറങ്ങി എണീറ്റോ എന്ന് നോക്കിയതാ. നെഞ്ചിൽ കയ്യും കെട്ടി വെച്ചുകൊണ്ട് പറയുമ്പോൾ അവന്റെ ചുണ്ടിൽ തട്ടിക്കളിക്കുന്ന ആ ഒരു പുഞ്ചിരി നീലി കണ്ടിരുന്നു. അവളൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് തല താഴ്ത്തി. അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഇപ്പൊ എങ്ങനെയുണ്ട്? അവൾ തല ഉയർത്തി അവനെ ഒന്ന് നോക്കി അവളൊന്ന് തലയാട്ടി പുഞ്ചിരിച്ചു. 2 ദിവസം കഴിഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് ഒന്ന് പോകണം. ഞാൻ വന്നോളാം. അതിൽ ഒത്തിരി ഫ്രൂട്ട്സ് എല്ലാം ഉണ്ട്, നന്നായി കഴിക്ക്. ഇനി ബ്ലഡ് നോക്കിയാൽ ബ്ലഡ് കുറവാണെന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാവരുത്. നീ കിടന്നോ. അവൻ അതും പറഞ്ഞ് അവിടെ നിന്ന് തിരിഞ്ഞതും നീലി ഒരു ഇളം പുഞ്ചിരിയോടെ നോക്കുന്നുണ്ട്. അവൻ പെട്ടെന്ന് വീണ്ടും തിരിഞ്ഞ് വാടി നിൽക്കുന്ന ആമ്പൽപ്പൂക്കളെ ഒന്ന് നോക്കി. അത് ഒഴിവാക്കാനായിട്ടുണ്ട്. അത് കേട്ടതും അവൾ ഒന്നും മിണ്ടാതെ ആ പൂക്കളെ തന്നെ നോക്കി. അത് പെട്ടെന്ന് എനിക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അത് നോക്കിക്കൊണ്ട് നീലി ആലോചിച്ചു. അവൻ അവളെ ഒന്ന് നോക്കി അവിടെ നിന്നും ഇറങ്ങിപ്പോയി. അവൻ പോയതും പതിയെ മുറിയിലേക്ക് തലയിട്ട് നോക്കുന്ന ബാമയെയാണ് നീലി കാണുന്നത്. നീലിയെ കണ്ടതും ഒന്ന് ഇള്ളിച്ചുകൊണ്ട് അവൾ വന്നു. നിന്റെ ഭാവി കെട്ടിയോൻ ആ ഗൗരവത്തിലല്ലാതെ സംസാരിക്കില്ല എൻ്റെ നീലിയെ. എന്ത് ബലം പിടുത്തമായത്. ഞാനാണെങ്കിൽ നിന്റെ കൂടെ ഉറങ്ങി എണീക്കുമ്പോൾ നീ ഉറങ്ങുമായിരുന്നു. മുത്തശ്ശിയുടെ അടുത്തേക്ക് പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് അങ്ങോട്ട് നിന്റെ ശ്രീയേട്ടൻ്റെ വരവ്. ഞാൻ വേഗം അടുക്കളയിൽ പോയി ഒളിച്ചു. അത് കേട്ടതും നീലി ചിരി കടിച്ചു പിടിച്ചു നോക്കുന്നുണ്ട്. അപ്പോഴാണ് താഴെ ഇരിക്കുന്ന കവറെല്ലാം അവൾ കാണുന്നത്. എല്ലാം തുറന്നു നോക്കുമ്പോൾ ഒത്തിരി ഫ്രൂട്ട്സ് ഉണ്ട്. ഇതെന്താടി, ബ്ലഡ് ഉണ്ടാകാനെന്ന് പറഞ്ഞ് ഫ്രൂട്ട്സ് കട ഇങ്ങ് വാങ്ങിയോ നിന്റെ ഭാവി കെട്ടിയോൻ? ആ കലിപ്പൻ്റെ ഉള്ളിലും എവിടെയോ ഒളിച്ചു വെച്ച് നീയുണ്ട് മോളെ. ഏത് കലിപ്പനും പ്രണയത്തിന് മുമ്പിൽ മുട്ടുകുത്തുമെന്നാ. അത് കേട്ടതും നീലിയുടെ മുഖത്ത് എന്തെന്നില്ലാത്ത ഒരു നിറപുഞ്ചിരി ഉണ്ടായിരുന്നു. ഇനി ഞാൻ ഇവിടെ നിൽക്കുന്നില്ല, വീട്ടിലേക്ക് പോകുകയാണ്. നാളെ രാവിലെ വരാം. നീലി ഒന്ന് തലയാട്ടി കാണിച്ചു. ബാമ അവിടെ നിന്നും ഓടി ഇറങ്ങി.
അങ്ങനെ 2 ദിവസം വീണ്ടും കഴിഞ്ഞു പോയി. ഇന്ന് രാവിലെ എണീറ്റത് മുതൽ നീലി ഒരു വെള്ള ചുരിദാറിട്ട് മുടിയെല്ലാം വിടർത്തിയിട്ട് ഒരു പൊട്ടും വെച്ച് ബാമ പറഞ്ഞു തന്നതുപോലെ അവളൊന്ന് കണ്ണുമെഴുതി. ആ കണ്ണിലേക്ക് കൺമഷി പടർന്നതും അത് അവൾക്ക് തന്നെ വലിയൊരു അത്ഭുതം പോലെ തോന്നി. ഷാൾ ഒരു സൈഡിലിട്ടു. ആഹാ, മുത്തശ്ശിയുടെ കുട്ടി സുന്ദരിയായല്ലോ. അതും പറഞ്ഞ് അവളുടെ തലയിലൊന്ന് തലോടി. മുത്തശ്ശന് ഇവിടെ അടുത്ത് ഒരാൾ മരണപ്പെട്ടത് കൊണ്ട് മോളുടെ കൂടെ വരാൻ പറ്റില്ല. ശ്രീമോനല്ലേ കൂടെ? മോൾക്ക് പേടിയൊന്നുമില്ലല്ലോ? മുത്തശ്ശൻ ചോദിക്കുന്നതിന് അവൾ ഇല്ലെന്ന് പുഞ്ചിരിയോടെ തലയാട്ടി കാണിച്ചു. എന്നാ മോൻ അവിടെ വണ്ടിയിൽ വന്ന് നിൽപ്പുണ്ട്, മോള് ചെല്ല്. നീലി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ശ്രീകാന്ത് ഫോണിൽ നോക്കി കാറിൽ ചാരി നിൽപ്പുണ്ട്. അവളെ കണ്ടതും അവനൊരു നിമിഷം അവളെ ഒന്ന് നോക്കി. അവൻ പിന്നീട് ഒരു പുഞ്ചിരിയോടെ വണ്ടിയിലേക്ക് കയറി. അവളും വണ്ടിയിലേക്ക് കയറിയതും ഞങ്ങൾ പോയിട്ട് വരാം. അവരോട് യാത്ര പറഞ്ഞ് വണ്ടി മുന്നോട്ട് കുതിച്ചു. അവൾ യാത്ര ആസ്വദിക്കുമായിരുന്നു. 2 പേർക്കുമിടയിൽ മൗനം തന്നെയായിരുന്നു. ഒടുവിൽ ഹോസ്പിറ്റലിൽ എത്തിയതും ആദ്യം അവളുടെ മുറിവ് കാണിക്കാൻ പോയി. അവളുടെ തലയിലുള്ള കെട്ടെല്ലാം മൂറിയതിനു ശേഷം 2 പേരും ഡോക്ടറെ കാണിക്കാൻ കയറി. ഡോക്ടർ അവളുടെ വായയെല്ലാം ഒന്ന് പരിശോധിച്ച ശേഷം, ലുക്ക് ശ്രീകാന്ത്, നീലിമക്ക് എല്ലാം കേൾക്കാനാവുന്നുണ്ട്. ഈ ശബ്ദം ഒരിക്കലും കിട്ടില്ലെന്ന് പറയുന്നില്ല. ഇത് തിരിച്ചു വന്നേക്കാം, വരാതിരുന്നേക്കാം. ജന്മന ഇതിനൊരു ചികിത്സ നൽകാത്തതായതുകൊണ്ടാണ് ഒരു ഉറപ്പ് നൽകാത്തത്. പക്ഷേ ചെറിയൊരു തോതിൽ നീലിമക്ക് ശബ്ദമുണ്ട്. പക്ഷേ അത് നമ്മൾ സംസാരിക്കുന്ന അത്രയും ശബ്ദമില്ലെന്ന് മാത്രം. ഈ ശബ്ദം അടഞ്ഞു നിൽക്കുക എന്നെല്ലാം കേട്ടിട്ടില്ലേ? അതുപോലെയാണ് ഇതും. നമ്മുടെ മനുഷ്യന്മാർക്കുള്ളിൽ വലിയൊരു ഭയം രൂപപ്പെടുമ്പോൾ കൂടെ ആരുമില്ല, അങ്ങനെ അത്രയും പേടിച്ചു വിറച്ചു നിൽക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്നും പേടിയോടെ വരുന്ന ഒരു അലർച്ചയുണ്ട്. ശക്തിയിൽ വരുന്ന ഒരു ശബ്ദം എന്ന് പറയാം. അങ്ങനെ ഒരു അവസ്ഥ നീലിക്ക് വന്നാൽ ഒരു പക്ഷേ ആ പേടിയിൽ ശബ്ദം വന്നേക്കാം. പക്ഷേ അത് അപകടവുമാണ്. ശബ്ദമുള്ള ഒരാൾ ശബ്ദമുണ്ടാക്കുന്ന പോലെയാവില്ല. ശബ്ദമില്ലാത്ത ഒരാൾ പെട്ടെന്ന് ശബ്ദം വരുമ്പോൾ അത് ശരീരത്തിന് പ്രശ്നമാവും. ഒരു പക്ഷേ ചില പ്രശ്നവും വരും. പെട്ടെന്ന് ശ്വാസം മുട്ട്, അത് വലിയ തോതിൽ വന്ന ജീവൻ തന്നെ അപകടമായി മാറും. അങ്ങനെ ഉണ്ടാവാതെ നോക്കുന്നതാണ് ഏറ്റവും നല്ലത്. ശബ്ദമല്ലല്ലോ മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് പേടിക്കാനൊന്നുമില്ല. ഞാൻ കുറച്ച് മരുന്ന് എഴുതി തരാം. അത് കഴിച്ച് 2 ആഴ്ച കഴിഞ്ഞ് വീണ്ടും ഒന്ന് വരണം. മരുന്ന് ഫലിക്കുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയാണ് ഇനി വരുമ്പോഴുള്ള ടെസ്റ്റ്. ഡോക്ടർ പറയുന്നതെല്ലാം അവർ ശ്രദ്ധയോടെ കേട്ടിരുന്നു. നീലി അതെല്ലാം കേൾക്കുമ്പോൾ ശ്രീകാന്തിനെയാണ് ശ്രദ്ധിക്കുന്നത്. അവിടെ നിന്നും അവർ ഇറങ്ങുമ്പോഴെല്ലാം നീലി അവന്റെ ഭാവം നോക്കിയാണ് ഇറങ്ങിയത്. വണ്ടിയിലിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നീലി അവനെ തിരിഞ്ഞു നോക്കുന്നത് മനസ്സിലായ ശ്രീകാന്ത്, നീലി, നിനക്ക് എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? അത് കേട്ടതും അവൾ ഇല്ലെന്ന് തലയാട്ടി. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോ. അവളൊന്ന് അവന്റെ മുഖത്തേക്ക് നോക്കി ഒന്നുമില്ലെന്ന് തലയാട്ടി. നിനക്ക് എന്തെങ്കിലും വേണോ? നമുക്ക് വാങ്ങിക്കാം. അത് കേട്ടതും വീണ്ടും അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി വേണ്ടെന്ന് തലയാട്ടി. നീലി, നിനക്ക് എന്നോട് എന്തോ ചോദിക്കാനുണ്ടെന്ന് എനിക്കറിയാം. പിന്നെ നിനക്ക് എന്ത് വേണമെങ്കിലും എന്നോട് പറയാനുള്ള അവകാശമുണ്ട്. നീ ഇങ്ങനെ പേടിച്ചൊതുങ്ങിക്കൂടേണ്ട. അത് എനിക്ക് ഒരു വേദന നൽകുന്നുണ്ട്. അവന്റെ സംസാരം കേട്ടതും അവളൊന്ന് ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി. അവൻ നേരെ നോക്കി വണ്ടി ഓടിക്കുക തന്നെയായിരുന്നു. അവൾ അവന്റെ കയ്യിൽ പിടിച്ചതും അവൻ എന്തെന്ന പോലെ അവളെ തിരിഞ്ഞു നോക്കി. അവൾ ഒന്നും മിണ്ടാതെ അവനങ്ങനെ നോക്കുക മാത്രം ചെയ്തു. അവളുടെ ഭാവം പോലും അവന് മനസ്സിലായില്ലായിരുന്നു. എന്താ നീലി? അതും പറഞ്ഞ് അവൻ വണ്ടി സൈഡിലേക്ക് നിർത്തി. വാ, ഇറങ്ങ്. അവൾ പുറത്തേക്കിറങ്ങി. 2 പേരും ആ ആൽമരത്തിന്റെ ചുവട്ടിൽ അങ്ങനെ നിന്നു. ഒന്നും മിണ്ടാതെ ദൂരങ്ങളിലേക്ക് 2 പേരും നോക്കി നിന്നു. നീലി, നിനക്ക് പറയാനുള്ളത് ഇതാ ഈ പേപ്പറിൽ എഴുതി കാണിക്ക്. അതും പറഞ്ഞ് അവൻ കാറിൽ നിന്നും ഒരു ബുക്കും കൂടെ തന്നെ പേനയും നൽകി. അവൾ അവനെ ഒന്ന് നോക്കി പതിയെ അതിൽ എഴുതി തുടങ്ങി. അതിനുശേഷം അവൾ അത് അവന് നേരെ നീട്ടി കാണിച്ചു. ഈ ശബ്ദമില്ലായ്മ ഒരു കുറവായി കാണുന്നില്ലെന്ന് നിങ്ങൾ പറയൂ എന്ന് എനിക്കറിയാം. എങ്കിലും പറയുകയാണ്. ഈ ശബ്ദമില്ലാത്തത് എനിക്ക് വലിയൊരു വേദനയായി ഇപ്പോൾ തോന്നി തുടങ്ങുന്നു. പണ്ട് ആരോടും മിണ്ടാനും പറയാനും ഇല്ലാത്തത് കൊണ്ട് അതെനിക്കൊരു ഭാരമായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. എല്ലാവരോടും ഒത്തിരി സംസാരിക്കാൻ ഞാൻ ഒത്തിരി കൊതിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ശ്രീയേട്ടന് പറ്റിയ കുട്ടിയാണോ എന്ന് പോലും ഞാനൊന്ന് ചിന്തിച്ചു പോകുന്നുണ്ട്. പരസ്പരമുള്ള സംസാരമാണ് സ്നേഹത്തിന്റെ ഉറവിടമെന്ന് ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്.
ഇങ്ങനെ പുസ്തകങ്ങളിലൂടെ എത്ര നാൾ? അത് ഭംഗിയുള്ളതാവുമെന്ന് ചേട്ടന് തോന്നുന്നുണ്ടോ? നമ്മുടെ ഇടയിൽ വലിയൊരു മൗനമായിരിക്കും രൂപപ്പെടുക. ഒന്ന് ആംഗ്യ ഭാഷയിലൂടെ സംസാരിക്കാൻ പോലും ഞാനിപ്പോൾ പഠിച്ചു തരുന്നേ ഉള്ളൂ. അത്രയും വായിച്ച ശേഷം അവൻ നീലിയെ നോക്കുമ്പോൾ അവളുടെ നിറഞ്ഞ കണ്ണുകൾ അവൾ വേദനയോടെ തുടക്കുമായിരുന്നു. കഥ ഇഷ്ടമാകാത്തത് കൊണ്ടാണോ ഇത്രയും വ്യൂസ് ഇല്ല, കമൻ്റ് ഇല്ല, സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല? എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഇഷ്ടമാകുന്നോലെ ഒന്ന് ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഇഷ്ടപ്പെടുന്ന കുറച്ച് പേർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു സ്റ്റോറി ഇടുന്നത്. ഇഷ്ടപ്പെടുന്നവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.